നമസ്കാരം. ടോണി റോബിൻസിന്റെ അവേക്കൻ ദ ജെയിന്റ് വിത്തിൻ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ഭീമാകാരമായ ശക്തിയെ എങ്ങനെ പുറത്തു കൊണ്ടുവരാം, അതിനുള്ള ഒരു 5 മിനിറ്റ് ബ്ലൂ പ്രിന്റ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ഈ ചോദ്യം ഇതൊന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളിലൊരു ഭീമൻ ഉറങ്ങുന്നുണ്ടോ? അതായത് നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു വലിയ ശക്തി, ഒരു പൊട്ടൻഷ്യൽ ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ശരിക്കും നിങ്ങളുടെ ജീവിതം ഇതിലും എത്രയോ മികച്ചതാക്കാൻ പറ്റുമെന്ന് ഇടയ്ക്കെങ്കിലും ചിന്തിക്കാറുണ്ടോ? വെറുതെ തോന്നുന്നതല്ല. ഈ പുസ്തകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സന്ദേശം ഇതാണ്: നമ്മുടെ ഉള്ളിലെ ആ ശക്തിയെ ഉണർത്താൻ നമുക്ക് കഴിയും. അതിൻ്റെ താക്കോൽ വേറെ ആരുടെയും കയ്യിലല്ല, അത് നമ്മുടെ മാത്രം കയ്യിലാണ്. ആ ഭീമനെ തട്ടിയുണർത്താനുള്ള കഴിവ് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇങ്ങനൊരു ശക്തി ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പലരും അതിനെ ഉപയോഗിക്കാതെ ജീവിക്കുന്നത്? ആരാണ് ഈ ഉണരാത്ത ഭീമൻ? നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. നമ്മളെപ്പോഴും വിചാരിക്കുന്ന എന്താ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ പുറത്തുനിന്നാണ് വരുന്നതെന്നാ. പക്ഷെ സത്യം അതല്ല. നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ ചങ്ങലകൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ ഭയം, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ശീലങ്ങൾ, ഇവ മൂന്നുമാണ് നമ്മുടെ ഉള്ളിലെ ആ ഭീമനെ ഉറക്കിക്കിടത്തുന്നത്. എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരു ചിന്ത, അത് മതി എല്ലാം തീരാൻ. പക്ഷേ ഒരു നല്ല വാർത്തയുണ്ട്. ഈ ചങ്ങലകളൊക്കെ നമുക്ക് പൊട്ടിച്ചെറിയാൻ പറ്റും. അതിനൊരു വഴിയുണ്ട്. നമ്മുടെ ജീവിതത്തെ ശരിക്കും നിയന്ത്രിക്കുന്ന 3 അടിസ്ഥാന ശക്തികളെ മനസ്സിലാക്കിയാൽ മതി. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാസ്റ്റർ കീ. ആ താക്കോലുകളിൽ ഒന്നാമത്തത് ഇതാണ്: നമ്മുടെ തീരുമാനങ്ങളുടെ ശക്തി. നമ്മളെപ്പോഴും സാഹചര്യങ്ങളെ പഴിചാരും, അല്ലേ? എൻ്റെ സാഹചര്യം ശരിയല്ല എന്നൊക്കെ പറയും. പക്ഷേ സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് സാഹചര്യങ്ങളല്ല, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. രാവിലെ അലാറം അടിക്കുമ്പോൾ എഴുന്നേൽക്കണോ അതോ കുറച്ചുകൂടെ കിടക്കണോ എന്ന ആ ചെറിയ തീരുമാനം മുതൽ നമ്മുടെ കരിയർ തിരഞ്ഞെടുക്കുന്നത് വരെയുള്ള ഓരോ തീരുമാനവും, അതാണ് നമ്മുടെ ഭാവിയെ ഉണ്ടാക്കുന്നത്. ഇനി രണ്ടാമത്തെ ശക്തി, ഒരുപക്ഷേ ഇതാണ് ഏറ്റവും പ്രധാനം: നമ്മുടെ വിശ്വാസങ്ങൾ. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നമ്മുടെ റിയാലിറ്റി. എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി തോറ്റുകഴിഞ്ഞു. നേരെ മറിച്ച് ഇതെനിക്ക് പഠിച്ചെടുക്കാൻ പറ്റും, എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ആ നിമിഷം സാധ്യതകളുടെ ഒരു പുതിയ ലോകമാണ് നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നത്. അത്രയ്ക്കുണ്ട് വിശ്വാസങ്ങളുടെ ശക്തി. ഇത് നോക്കൂ, എത്ര സിമ്പിളായിട്ടാണിത് കാണിച്ചിരിക്കുന്നത്. എനിക്ക് കഴിയില്ല എന്ന ചിന്ത അതൊരു മതില് പോലെയാണ്, മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. എന്നാൽ അതേ ചിന്തയെ ഞാൻ പഠിച്ചാൽ എനിക്ക് കഴിയും എന്നാക്കി മാറ്റുമ്പോഴോ ആ മതിൽ ഒരു വാതിലായി മാറുകയാണ്. ആകെ മാറിയത് കുറച്ചു വാക്കുകൾ മാത്രം, പക്ഷേ നമ്മുടെ ലോകം എത്ര വലുതായി. മൂന്നാമത്തെ താക്കോൽ നമ്മുടെ വികാരങ്ങളുടെ ശക്തിയാണ്. നമ്മൾ പലപ്പോഴും ദേഷ്യം, സങ്കടം, നിരാശ ഇതിനെയൊക്കെ ശത്രുക്കളെപ്പോലെയാ കാണുന്നത്. പക്ഷെ അതങ്ങനെയല്ല. അവയെല്ലാം ഓരോ സിഗ്നലുകളാണ്. നിരാശ തോന്നുന്നുണ്ടോ? അതിനർത്ഥം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന രീതി ശരിയല്ല, എന്തോ ഒന്ന് മാറ്റണമെന്ന് നിങ്ങളുടെ മനസ്സ് തരുന്ന ഒരു മെസ്സേജാണത്. ആ മെസ്സേജ് കേൾക്കുക, അല്ലാതെ അതിനെ അടിച്ചമർത്തുകയല്ല വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊള്ളാം. തീരുമാനങ്ങൾ, വിശ്വാസങ്ങൾ, വികാരങ്ങൾ എല്ലാം ശരി. പക്ഷേ ഇതൊക്കെ എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരും, അല്ലേ? അതിനാണ് നമുക്കൊരു ആക്ഷൻ പ്ലാൻ വേണ്ടത്. നമുക്കതിലേക്ക് കടക്കാം. ഭാഗ്യത്തിന് ടോണി റോബിൻസൺ നമ്മളെ വെറുതെ വിടുന്നില്ല. അദ്ദേഹം നമുക്ക് വ്യക്തമായൊരു 7 സ്റ്റെപ്പ് ആക്ഷൻ പ്ലാൻ തന്നെ തരുന്നുണ്ട്. ഇത് കൃത്യമായി ഫോളോ ചെയ്താൽ മതി. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്: വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടല്ല, വളരെ ചെറിയ ദൈനംദിന ശീലങ്ങളിൽ നിന്നാണ്. ഉദാഹരണത്തിന്, എല്ലാ ദിവസവും നിങ്ങൾ നന്ദിയുള്ള 3 കാര്യങ്ങൾ എഴുതി വെക്കുക. അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ ഒരു 10 തവണ ദീർഘമായൊന്ന് ശ്വാസമെടുക്കുക. അതുമല്ലെങ്കിൽ ദിവസം വെറും 10 പേജെങ്കിലും വായിക്കുക. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി. വലിയ ലക്ഷ്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നും, അല്ലേ? ഒരു വലിയ മല കയറാൻ പോകുന്ന പോലെ. അതിനൊരു എളുപ്പവഴിയുണ്ട്. ആ വലിയ ലക്ഷ്യത്തെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ടങ്ങ് മുറിക്കുക. 5 വർഷം കൊണ്ട് നേടേണ്ട ഒരു കാര്യത്തെ ഓരോ വർഷവും എന്തു ചെയ്യണം, ഓരോ മാസവും എന്തു ചെയ്യണം, അവസാനം ഓരോ ദിവസവും എന്തു ചെയ്യണം എന്ന രീതിയിൽ ചെറുതാക്കി കൊണ്ടുവരിക. അപ്പോൾ പിന്നെ ആ മല വലിയ പടികൾ മാത്രമായി തോന്നും, കയറാനും എളുപ്പമാകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ഥിരതയാണ്. അതിനുവേണ്ടി എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക: എൻ്റെ ഉള്ളിലെ ആ ഭീമനെ ഉണർത്താൻ ഇന്ന് ഞാൻ എന്ത് ചെയ്തു? ഈ ഒരൊറ്റ ചോദ്യം മതി എല്ലാ ദിവസവും നിങ്ങളെ ട്രാക്കിൽ നിർത്താൻ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു: തീരുമാനങ്ങൾ, വിശ്വാസങ്ങൾ, ആക്ഷൻ പ്ലാൻ, അങ്ങനെ പലതും. പക്ഷേ ഇതെല്ലാം കേട്ടിരുന്നിട്ട് കാര്യമില്ല. ഇതിലെല്ലാം ഏറ്റവും പ്രധാനം ഒരേ ഒരു കാര്യമാണ്: നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ പുസ്തകത്തിൻ്റെ എല്ലാം കാതൽ ഈ ഒരൊറ്റ ചിന്തയാണ്: നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ശക്തി പുറത്ത് എവിടെയുമല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്.
അത് തിരിച്ചറിയുന്ന നിമിഷം കളി മാറും. അതുകൊണ്ട് ഈ വിശകലനം ഇവിടെ തീരുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇതാണ്: നാളെക്കുറിച്ചല്ല, അടുത്ത ആഴ്ചയെക്കുറിച്ചുമല്ല, ഇന്ന്, ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിലെ ആ ഭീമനെ ഉണർത്താൻ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു? അതൊരു ചെറിയ തീരുമാനം മതി, ഒരു പുതിയ ചിന്ത മതി, അല്ലെങ്കിൽ ഒരു കുഞ്ഞൻ പ്രവൃത്തി. നിങ്ങളുടെ ആ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.